ഹായ്, ഹലോ. കഴിഞ്ഞ സൺഡേ നമ്മൾ കണ്ട അല്ലേ? അപ്പൊ വീണ്ടും ഞാൻ കുറെ കമന്റ്സ് ഒക്കെ കണ്ടു കേട്ടോ. അപ്പൊ ഇങ്ങനെ റിപ്ലൈ ചെയ്യണം. മാമേ അല്ലൊക്കെ കുഴപ്പമൊന്നുമില്ലല്ലോ. ഓക്കെ. ക്ലീഷയിൽ ഷൂട്ട് കഴിഞ്ഞിട്ട് ഡബിങ് ചെയ്യാറാണോ അതോ ഷൂട്ടിംഗ് ചെയ്യുന്നത് മൈക്ക് ഹൈഡ് ചെയ്തിട്ടാണോ? ഞാൻ ഡബിങ്ങിന് പോവാന്ന് പറഞ്ഞിട്ടൊരു ഷോർട്സ് ഇട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ അതിന് വന്നൊരു കമന്റാ, ക്ലീഷയില് സിങ് സൗണ്ട് ആണ് നമ്മൾ ചെയ്യുന്നത്. സിങ് സൗണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ബാക്കിൽ ഒരു റിസീവർ ഉണ്ടാവും, പിന്നെ ഇവിടെ ഒരു മൈക്ക് ഉണ്ടാവും. അപ്പോൾ അത് നമ്മൾ ഹൈഡ് ചെയ്ത് വെച്ചിട്ടാണ്, വേറെ ഡബ് ചെയ്യുന്നൊന്നുമില്ല. ഞാൻ ഡബിങ്ങിന് പോയത് ഞാൻ ഒരിക്കൽ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഐ ആം ഗെയിം എന്ന് പറയുന്ന ദുൽഖർ സൽമാന്റെ ഇറങ്ങാൻ പോകുന്ന ഒരു മൂവിയിൽ കൈഡു ലോഹറിന് ഞാൻ വോയിസ് കൊടുത്തിട്ടുണ്ട് എന്ന്. അപ്പോൾ അതിന്റെ ചെറിയ പാച്ച് വർക്ക്സ് കുറച്ചുണ്ടായിരുന്നു. അപ്പൊ അത് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ പോയിട്ടുണ്ടായിരുന്നത്. അപ്പൊ അതും പറഞ്ഞിട്ടാണ് ഞാൻ അന്ന് ആ വീഡിയോ ഇട്ട്. കൺഫ്യൂഷൻ ആയതാന്ന് തോന്നുന്നുണ്ട്. പിന്നെ നല്ല കുറേ കമന്റ്സ് ഉണ്ട്. അതിന്റെ ഒപ്പം തന്നെ നമ്മുടെ സരിതേച്ചിയുടെ കമന്റ് ഉണ്ട്. ഓ, വലിയ കാര്യം തന്നെ, ഇത് നാട്ടുകാരെ കാണിക്കണം. ഞാൻ നാട്ടുകാരെ കാണിക്കാനാണല്ലോ അഭിനയിക്കുന്നതും ഈ വീഡിയോ ഒക്കെ ചെയ്യുന്നത്. അപ്പൊ പിന്നെ നാട്ടുകാർ കാണണ്ടേ? എന്താണ് സരിതേച്ചി ഇങ്ങനെ? ഒരുപാട് പേര് ക്ലീഷയുടെ ഷൂട്ടിന്റെ ദിവസത്തിലുള്ള അതൊക്കെ ഞാൻ ഇങ്ങനെ വീഡിയോ ഇട്ടപ്പോ ചോദിച്ചിട്ടുണ്ട്. രമ ജെ നായർ, ഇത് സാന്ത്വനം വീടല്ലേ? സാന്ത്വനം വീടാണെന്നാണ് തോന്നുന്നത്, കാരണം സാന്ത്വനം സീരിയൽ ഞാൻ കണ്ടിട്ടില്ല. അമ്പിളി മാഡം മാർക്ക് കളഞ്ഞപ്പോ ഒന്നുകൂടി സുന്ദരിയായി അല്ലേ ക്ഷമ? അതെ അതെ, കളഞ്ഞപ്പോ സുന്ദരിയായി, പക്ഷെ ഞങ്ങൾക്ക് വിഷമമായി പെട്ടെന്ന്. ഞാൻ അമ്പിമ്മ എന്നാട്ടെ വിളിക്കുന്നത്. അമ്പിമ്മയ്ക്കും സങ്കടം ഉണ്ടായിരുന്നു തോന്നുന്നു. കാരണം ചെറുപ്പത്തിലേ ഉള്ള ഒരു ഇതാണ് ഐഡന്റിറ്റി എന്നൊക്കെ പറയില്ലേ നമ്മള്, അത് കളഞ്ഞപ്പോ വിഷമം ഉണ്ടായിരുന്നു. പക്ഷെ ഇപ്പൊ ശരിയായി. അല്ലെങ്കിലും അമ്പിമ്മ സുന്ദരിയാണ്. അമ്പിമ്മ ഭയങ്കര സുന്ദരിയാണ്, ഭയങ്കര എനർജറ്റിക് ആണ്. സെറ്റിലൊക്കെ എന്താ പറയുന്ന, ഭയങ്കരമായിട്ട് ഇങ്ങനെ ഇളക്കി മറിച്ച് വർത്താനൊക്കെ പറഞ്ഞ് അങ്ങനത്തെ ഒരു മൂടാട്ടോ. ഭയങ്കര കമ്പനിയാണ് പുള്ളിക്കാരി. രാജേഷ് തൽച്ചിറെ അറിയാം. അളിയൻസ് ഒന്നാമത്തെ എപ്പിസോഡ് മുതൽ മുടങ്ങാതെ കാണുന്ന ആളാണ് ഞാൻ. ഓ നൈസ്. അപ്പൊ എന്നെ കണ്ടിട്ടുണ്ടാവുമല്ലോ, ഞാൻ അതിൽ രാഖിയായിട്ട് അഭിനയിച്ചിട്ടുണ്ടല്ലോ. അളിയൻ വേഴ്സസ് അളിയൻ അമൃതയിൽ ഉണ്ടായിരുന്നപ്പോ. ഇപ്പോൾ ടോം ആൻഡ് ജെസ്സിയും. ഈ രാജേഷ് തലച്ചിറ ഒരു മഹാസംഭവം തന്നെയാണ് അല്ലെ? രാജേഷേട്ടൻ ഭയങ്കര അടിപൊളിയാ, ഭയങ്കര രസമാണ് രാജേഷേട്ടൻ്റെ അടുത്ത് വർത്താനം പറയാനൊക്കെ ഭയങ്കര രസമാണ്. ആള് വളരെ സീരിയസ് ആയിട്ടാണ് കോമഡി പറയാ. കുറെ ചിരിക്കാനുള്ള വകുപ്പുകളൊക്കെ ഉണ്ടാവാറുണ്ട്. പിന്നെ ഞാനും ജയറാമും കുട്ടിക്കളി മാറാത്ത ജയറാം എന്ന് പറഞ്ഞിട്ട് ആ ഒരു വീഡിയോ ഇട്ടിരുന്നു. അപ്പോൾ അതില് വന്ന കമന്റ് ആണ്, ഈ കുട്ടിക്കളി മാറാത്ത ഇങ്ങളെ രണ്ടുപേരെയാണ് ഇവിടെ ഉള്ളവർ കെട്ടിക്കാൻ നടക്കുന്നത്. എന്തായാലും കുട്ടിത്തെ മനസ്സിൽ സൂക്ഷിക്കുന്നവരുടെ മനസ്സിൽ കളങ്കണ്ടാവില്ല. സത്യമാണ് കേട്ടോ. അതിപ്പോ എന്താ പറയാ, ഇപ്പൊ നമ്മൾ ഈ ബോഡി ഷെയ്മിങ് എന്ന് പറയുന്നത് പോലെ തന്നെ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ് ഏജ് ഷെയ്മിങ് എന്ന് പറയുന്ന സംഭവം. നമുക്ക് ഇത്ര വയസ്സായി അല്ലെങ്കിൽ ഇത്ര വയസ്സ് വരെ കൊഞ്ചാൻ പാടുള്ളൂ എന്നൊന്നും എവിടെ എഴുതി വെച്ചിട്ടില്ലല്ലോ. നമ്മളിപ്പോ വളർന്നു വരുന്ന സാഹചര്യം, നമ്മൾ നമ്മുടെ അമ്മയുടെ അടുത്തും വീട്ടിലൊക്കെ എങ്ങനെയാണോ പെരുമാറുന്നത്, ആ ഒരു സാധനം ചിലപ്പോൾ നമ്മുടെ ഉള്ളിലുണ്ടാവും. ഒരു കുട്ടിത്തം എല്ലാവരുടെ ഉള്ളിലും ഉണ്ട് എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് കേട്ടോ. എത്ര വയസ്സായാലും ആ കുട്ടിത്തം ഉണ്ടാവും. നമ്മളുടെ ഓരോ വർത്താനത്തിലോ അല്ലെങ്കിൽ രീതികളിലൊക്കെ ചിലപ്പോൾ അത് കയറി വരും, ആ ഒരു കുട്ടിക്കളി അല്ലെങ്കിൽ കുട്ടിത്തം കാര്യങ്ങളൊക്കെ. എനിക്ക് ഭയങ്കരമായിട്ട് ക്ലോസ് ആയിട്ട് ഫീൽ ചെയ്യുന്ന ആളുകളുടെ അടുത്ത് ഞാനായിട്ട് തന്നെ ജീവിക്കാനും പെരുമാറാനും നോക്കല്ല, തന്നെ അങ്ങനെ ആയി വരും. നമുക്ക് ആ കംഫർട്ട് സോൺ കിട്ടുമ്പോൾ അങ്ങനെ ആവും. അപ്പൊ അങ്ങനെ ഉള്ള ഒന്ന് രണ്ട് വ്യക്തികളിൽ ഒരാളാണ് ജയറാം. കുറച്ച് പേര് ഇപ്പൊ അമ്പിമ്മയുടെ അടുത്തൊക്കെ ഞാൻ റിയൽ ആയിട്ട് ഞാൻ നിൽക്കുന്നത്, കാരണം എനിക്ക് ആ ഒരു കംഫർട്ട് സോൺ അമ്പിമ്മ തരുന്നുണ്ട്. ഫ്രണ്ട്ഷിപ്പ് പാർട്ട്ണർഷിപ്പ് ആകാതിരുന്നാൽ മതി. ഓക്കെ, സമാധാനം. ഒരു കമന്റ് പിങ്കി എന്ന് പറഞ്ഞിട്ട്, എനിക്ക് സമാധാനമായി ഗോപിയേട്ടാ, 34 വയസ്സിലും ഇതിനപ്പുറമാണ് ഞാൻ. അപ്പോ ചിലർക്കെങ്കിലും ഇത് കണക്ട് ആവുന്നുണ്ടല്ലോ. അപ്പോൾ വളരെ ചുരുക്കം ചിലരായിരിക്കും ചിലപ്പോൾ കുട്ടിക്കളി ക്യൂട്ട്നെസ് എന്നൊക്കെ പറഞ്ഞിട്ട് പറയുന്ന ആൾക്കാരുണ്ടാവുക. അത് അവർക്ക് അവര് ചിലപ്പോൾ ഇതുപോലെ മസിൽ പിടിച്ച് ജീവിക്കുന്ന ആൾക്കാരായിരിക്കും അവരുടെ ലൈഫിൽ അല്ലെ? അതുകൊണ്ടായിരിക്കും എങ്ങനെയാ മനുഷ്യരും ഇങ്ങനെ മസിലൊക്കെ പിടിച്ച് ജീവിക്കുന്നത് അല്ലേ? സഫ്രീന റഷീദ്, പല്ല് കാണാൻ നല്ല ഭംഗിന്ന്.
എനിക്ക് പണ്ട് ഭയങ്കര ഒരു ഇതുള്ള കാര്യമായിരുന്നു, പല്ല് ചിരി ഒക്കെ കുറച്ച് ഇതാണ്. ഓ, സമീറ ചോദിച്ചതാ, ഹായ് ഡെയിലി വീഡിയോ ചെയ്യൂന്ന്. ഈ ഡെയിലി വീഡിയോ ചെയ്യാൻ എനിക്ക് ഇഷ്ടമൊക്കെയാണ്, പക്ഷെ അത് എത്രത്തോളം സക്സസ് ആവും എന്ന് എനിക്ക് അറിയാത്തതുകൊണ്ടാണ് ഞാൻ അതിന് മുതിരാത്തത്. അപ്പം ഞാൻ വെച്ചാൽ ആഴ്ചയിൽ വീഡിയോ ചെയ്യാറുണ്ട്. എന്താ നിങ്ങളുടെ അഭിപ്രായം? ഇനി വെറുതെ വന്ന് വർത്താനം പറഞ്ഞാൽ മതിയോ, അല്ലെങ്കിൽ ഇതുപോലെ കമന്റ്സിന് റിപ്ലൈ തന്നാൽ മതിയോ? എന്താ അഭിപ്രായം എന്ന് പറയട്ടോ, എന്താ ഞാൻ ചെയ്യണ്ടേന്ന്. കുട്ടൂസ് റിപ്ലൈ തരുമോ എന്ന് ചോദിച്ചിട്ടൊരു കമന്റ് ഇട്ടുണ്ട്. ഹായ് ഹായ് കുട്ടൂസ്, കുട്ടു. ഗീതാഞ്ജലി അല്ല, ഗീതാഞ്ജലി അല്ല, സോറി, ഗീത അനിൽ. പോസിറ്റീവ് കമന്റ്സ് മാത്രം എടുത്ത് ഊർജം കൈക്കൊണ്ട് മുന്നോട്ട് പോകുക, ബാക്കി ജഗദീശ്വരന് വിടുക. യെസ്, ശരിക്കും അതാണ് ചെയ്യേണ്ടത് നമ്മൾ. പക്ഷെ എന്നാലും നെഗ് ഇടയ്ക്ക് ഇങ്ങനെ കാണുമ്പോൾ ഡൗൺ ആയിപ്പോവും. ഇപ്പൊ അമ്മയൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ അമ്മ പറയും, നീ എന്തിനാണ് ആല്ലേ, നീ ധൈര്യമായിട്ട് മുന്നോട്ട് പോകുന്നു, ആ പലരും പലതും പറയുന്നൊക്കെ പറഞ്ഞ് അങ്ങനെയൊക്കെ നമ്മളൊരു ഇത് തരും. അപ്പോ ഈ പറഞ്ഞ പോലെ ഒരു വിഷമം വരും കുറച്ച് നേരത്തേക്ക്, പിന്നെ നമ്മളത് ഓവർകം ചെയ്യും, അത് വേറെ കാര്യം. ഒന്നും പറയണ്ട, ഞാൻ വീഡിയോ എടുത്തോണ്ടിരിക്കുമ്പം എനിക്ക് പെട്ടെന്ന് കോള് വന്നു, പെട്ടെന്ന് പോണം, ഒരു കാര്യം ഉണ്ടായിരുന്നു. അപ്പം ഞാൻ ക്ഷീണിച്ച് വശമതിയായി വന്ന് കയറിയിരിക്കുകയാണ്. അപ്പൊ ഇതിൻ്റെ ഇടയ്ക്ക് പോയ കാര്യം കഴിഞ്ഞിട്ട് ഞാൻ എൻ്റെ ഫാമിലി ഫ്രണ്ട് ഉണ്ട്, രേവതി, ഫാമിലി ഫ്രണ്ട്സ്, രേവതിയുടെ 2 മക്കൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്, സ്വര ആൻഡ് ലയ, സ്വര ലയ. അപ്പൊ അവരെ പോയി കണ്ടു, അവരെ കണ്ടിട്ട് കുറേ നാളുകളായി. അപ്പൊ അവരുടെ അടുത്തേക്ക് പോയി, അവിടെ കുറെ നേരം ഹാങ് ഔട്ട് ചെയ്തു. അപ്പൊ അത് സ്വര കെട്ടി തന്നതാട്ടോ, മുടി 4 മെട എന്ന് പറഞ്ഞിട്ട് കെട്ടി തന്നതാ. അങ്ങനെ അവളിങ്ങനെ തലയിൽ ഇങ്ങനെ ഇങ്ങനെയൊക്കെ ഓരോ ചെയ്ത് എനിക്ക് ഉറക്കൊക്കെ വരുന്നുണ്ടായിരുന്നു. എന്നാണെങ്കിൽ ഭയങ്കര ടയേർഡായിരുന്നു, എനിക്ക് ഇതുവരെ റെസ്റ്റ് കിട്ടിയിട്ടില്ല ഷൂട്ട് കഴിഞ്ഞ് വന്നിട്ടൊന്നും. അപ്പം അതിൻ്റെ ഒരു നല്ല ടയർഡ്നെസ് ഉണ്ടായിരുന്നു. ഇപ്പോഴും അതെ, 10 മണിയായി ഞാൻ വീട്ടിൽ വരുമ്പോൾ. പുറത്തുനിന്ന് ഭക്ഷണമൊന്നും കഴിച്ചിട്ടില്ല. രേവതിയുടെ വീട്ടിൽ നിന്ന് ഉച്ചക്കത്തെ ഫുഡ് ഞാൻ കഴിച്ചു, നല്ല തൈരും അച്ചാറും, പിന്നെ വേറെന്തൊക്കെ കറി ഉണ്ടായിരുന്നു, പക്ഷെ ഞാൻ തൈരും അച്ചാറുമാണ് എടുത്ത് കഴിച്ചത്. നല്ല സുഖമുണ്ടായിരുന്നു. അങ്ങനെ അവിടെ കുറേ നേരം വർത്താനൊക്കെ പറഞ്ഞിരുന്നു. എന്നിട്ട് അവര് നമ്മുടെ ക്ലീഷേ കണ്ടു. നമ്മുടെ ക്ലീഷേ കണ്ടുകൊണ്ടിരിക്കുമ്പം അവർ അതിൻ്റെ ഒപ്പം കൗണ്ടറൊക്കെ പറയുന്നുണ്ടായിരുന്നു. അപ്പൊ ഞാനതൊക്കെ കണ്ട് എൻജോയ് ചെയ്യായിരുന്നു, നല്ല രസമുണ്ടായിരുന്നു. കുറേ കാര്യങ്ങളൊക്കെയാണ്. ഇപ്പം നല്ലോണം വിശക്കുന്നുണ്ട്. അപ്പം ഞാൻ നല്ലോണം ക്ഷീണിച്ചല്ലേ. അപ്പൊ പുറത്തുനിന്ന് ഞാൻ ഫുഡൊന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല, നല്ലോണം വിശക്കുന്നുണ്ട്. തൽക്കാലത്തേക്ക് കഴിക്കാനായിട്ട് വാങ്ങിച്ചതാണത്. ഫുഡൊക്കെ ഇരിക്കുന്നുണ്ട് കേട്ടോ, ഫ്രിഡ്ജിൽ ഫുഡൊക്കെ ഉണ്ട്, പക്ഷെ അതൊക്കെ എടുത്ത് ചൂടാക്കാനുള്ള ഒരു സമയം. അപ്പോഴേക്കും നല്ലോണം വിശക്കും. സോറി, നിങ്ങൾക്കെല്ലാവർക്കും, നിങ്ങളെല്ലാവരും മുമ്പിൽ നിന്ന് കഴിക്കുന്നതിന് ഐം സോറി. എന്നിട്ട് ഞാൻ വിചാരിച്ചു ആ വീഡിയോ പകുതിക്ക് വെച്ച് നിർത്തിയതല്ലേ, അപ്പോൾ അതൊന്ന് കംപ്ലീറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു. ഇന്നത്തെ ഡേ കഴിഞ്ഞു. പിന്നെ കഴിഞ്ഞ ആഴ്ച ആണെങ്കിൽ ക്ലീഷയുടെ സെറ്റിലായിരുന്നു. ഞാൻ ഒരുപാട് എൻജോയ് ചെയ്ത് വർക്ക് ചെയ്യുന്ന ഒരു ഇടമാണ് ക്ലീഷയുടെ ലൊക്കേഷൻ സെറ്റ് എന്ന് പറയുന്നത്. ചിലപ്പോൾ ടെൻഷൻസ് ഒന്നും ഉണ്ടാവില്ല, ഭയങ്കര ഹാപ്പി ആയിട്ടുള്ള ഡേയ്സ് ആയിരിക്കും. ലേറ്റസ്റ്റ് ഒരു കമന്റ് വന്നിട്ടുണ്ടോ, അഫ്സത്ത്, പിന്നെ മമ്മി ഡാഡി എന്ന് വിളിച്ചത് ആരെയാ എന്നാണോ, അതോ ഞാൻ വീഡിയോ എന്താണ് ക്വസ്റ്റ്യൻ എന്നുള്ളത് കറക്റ്റ് മനസ്സിലായിട്ടില്ല. വീഡിയോ കണ്ടൊക്കെയല്ലേ മനസ്സിലാവുള്ളൂ. മമ്മി ഡാഡി എന്ന് ഞാൻ വിളിക്കുന്നത് എൻ്റെ ഫ്രണ്ട് ഉണ്ട് ക്രിസ്റ്റോയുടെ മമ്മീനെയും ഡാഡീനെയാണ് ഞാൻ മമ്മി ഡാഡി എന്ന് വിളിക്കുന്നത്. എനിക്ക് ഒരുപാട് ഇഷ്ടമുള്ള 2 വ്യക്തികളാണ് ക്രിസ്റ്റോയുടെ ഡാഡിയും മമ്മിയും. ഞാനൊരു തൃശ്ശൂർ ബേസ്ഡ്, അതായത് എൻ്റെ അമ്മ വീട്ടുകാർ തൃശ്ശൂരാണ്. അപ്പം എനിക്ക് ആ ഒരു തൃശ്ശൂർ സ്ലാങ് ഒക്കെ കേൾക്കുമ്പോൾ ഭയങ്കര സന്തോഷം. അപ്പം ക്രിസ്റ്റോയുടെ മമ്മിയും ഡാഡിയും നല്ല രസമാണ് അവരെ വർത്താനമൊക്കെ കേൾക്കാൻ. അപ്പം അവരെ പരിചയപ്പെട്ടതിന് ശേഷം ഞങ്ങൾ നല്ല ഒരു ആത്മബന്ധം വെച്ച് പുലർത്തുന്നുണ്ട്. വേ വിത്ത് ഹയ, എനിക്കിഷ്ട ചേച്ചിയുടെ കല്യാണം കഴിഞ്ഞോ, ഫാമിലി വീഡിയോ ഇടണേ. ചേച്ചിയുടെ കല്യാണം കഴിഞ്ഞിട്ടില്ലടാ. ഫാമിലി വീഡിയോ ഭർത്താവും കുട്ടികളൊക്കെയാണോ ഉദ്ദേശിച്ചത്?
ദൈവം സഹായിച്ച അങ്ങനെ ഒരു സംഭവം ഇല്ല. പക്ഷെ ദൈവം സഹായിച്ചു എന്ന് പറയുന്നില്ല, എനിക്ക് ഇഷ്ടമൊക്കെയാണ് ഫാമിലി, കുട്ടി, കുടുംബം എന്നൊക്കെ പറയണത്. പക്ഷെ അൺഫോർച്ചുനേറ്റ്ലി അങ്ങനെയുള്ള ഭാഗ്യമൊന്നും എനിക്ക് ഇതുവരെ ഉണ്ടായിട്ടില്ല. പിന്നെ എൻ്റെ ഫാമിലി എന്ന് പറയുന്നത് എൻ്റെ ചേച്ചിമാരാണ്, എൻ്റെ അച്ഛനാണ്, അവരൊക്കെ ബാംഗ്ലൂരാണ്. ഇടയ്ക്ക് ഞാൻ അങ്ങോട്ട് പോവാറുണ്ട്. ഓരോ തിരക്കുകൾ കാരണം കൊണ്ട് എനിക്കങ്ങനെ പോകാൻ പറ്റാറില്ല. ഇപ്പോൾ ചേച്ചിയുടെ 2ാമത്തെ ബേബി ഇങ്ങനെ വളർന്നുകൊണ്ടിരിക്കുകയാണ്. എനിക്ക് അവൻ്റെ ആ എന്താ പറയുക ചെറുപ്പ കാലഘട്ടമൊക്കെ മിസ്സായിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഭയങ്കര സങ്കടമാണ് ആലോചിക്കുമ്പോൾ. എനിക്ക് ഒരുപാട് നല്ല കമൻസ് വരുന്നുണ്ട് കേട്ടോ. കാണുമ്പോൾ ഭയങ്കര ഒരു ഹൃദയം നിറഞ്ഞൊഴുകാന്നൊക്കെ പറയില്ലേ, ഹൃദയം. MR എഡിറ്റ്സ്, ഈ ചേച്ചിക്ക് എന്നെ പോലെ എപ്പോഴും സങ്കടമാണ്, അഭിനയമാണെങ്കിലും സങ്കടം തോന്നും. സങ്കടങ്ങളൊക്കെ ഉണ്ട്, പക്ഷെ ഞാൻ മാക്സിമം ഹാപ്പി ആയിട്ട് നടക്കാൻ വേണ്ടിയിട്ട് നമ്മൾ മാറ്റുക, മറക്കുക എന്നുള്ളതാണ്. ഉഷമോൾ മൈക്കിൾ, മോള് ധൈര്യമായിട്ട് മുന്നോട്ട് പോകണം, ജീവിതം അതൊരു ദാനമാണ്, അത് സുന്ദരമാക്കി ജീവിക്കുക എന്ന് നല്ല മെസ്സേജസ്. ഒരുപാട് പേരുടെ ഈ സ്നേഹമാണ് എന്നെ നിലനിർത്തുന്നത് കേട്ടോ. സ്റ്റഡി വൈബ് ചോദിച്ചിട്ടുണ്ട്. അച്ഛൻ എന്ന് ഇട്ടിട്ടൊരു ഇമോജി ഇങ്ങനെ ഇട്ടിട്ടുണ്ട്. അപ്പൊ അച്ഛൻ ഇവിടെയും ചേച്ചിമാരുടെ അടുത്തായിട്ട് ഇങ്ങനെ അങ്ങോട്ട് ഇങ്ങോട്ടൊക്കെ പോയിട്ട് നിൽക്കും. അച്ഛൻ ആക്റ്റീവായിട്ടിരിക്കാൻ വേണ്ടി അച്ഛൻ ചെറുതായിട്ട് ഒരു ഇന്റീരിയർ ഡിസൈനിങ് ഒക്കെ കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പം അതിൻ്റെയും കുറേ ഓട്ടത്തിലൊക്കെയാണ് അച്ഛൻ ആക്റ്റീവായിട്ടിരിക്കുന്നു. രതീഷ് കാലിന് എന്ത് പറ്റിയതാണ്? കാലിന് മുന്നത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്, കാലൊന്നും ഇങ്ങനെ തിരിഞ്ഞിട്ടുണ്ടായിരുന്നു അറിയാതെ. അപ്പം ആ തിരിച്ചില് പറ്റിയൊരു സംഭവമാണ് ശരിക്കും പറഞ്ഞാൽ. ആ തിരിഞ്ഞ സമയത്ത് ശരിക്കും ഒന്ന് റബ്ബ് ചെയ്ത് വിട്ടാൽ മതിയായിരുന്നു, അല്ലെങ്കിൽ പിറ്റേ ദിവസം തന്നെ ഒന്ന് ഒഴിച്ചിരുന്നോ അങ്ങനെയൊക്കെ പോയാൽ മതിയായിരുന്നു. പക്ഷെ അത് കറക്റ്റ് ഗൈഡൻസ് എനിക്ക് കിട്ടിയില്ല. ഞാൻ പോയ ഡോക്ടറിന് കറക്റ്റായിട്ട് ഗൈഡ് ചെയ്തില്ല. അപ്പോൾ പിന്നെ ഗ്രാജുവലി ഇതിങ്ങനെ സംഭവിച്ചതാണ്. അത് ഭയങ്കര ഒരു വലിയ ട്രാജഡിയാണ് എൻ്റെ ലൈഫിൽ. സത്യത്തിൽ ഇത് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പിന്നെ കൂടുതൽ ഇതിനെപ്പറ്റിയൊന്നും പറയുന്നില്ല, കാരണം ഞാനിവിടെ കരഞ്ഞു മെഴുക്കും. അതുകൊണ്ട് ഒരുപാട് കമൻസ് ഉണ്ട് കേട്ടോ. എനിക്കെല്ലാം വായിക്കണം എന്നുണ്ട്, പക്ഷെ എന്താ ചെയ്യാം, എനിക്ക് ബോറടിക്കും. ഷാഹിദ കമൽ ഷാഹി, നിന്നെ ആരാ ഇഷ്ടപ്പെടാതിരിക്കാൻ മുത്തേ, നീ പൊളിയല്ലേ. എന്നെ ഇഷ്ടമല്ലാത്ത ആൾക്കാരും ഉണ്ട്. മെയിൻ സരിത CP. ഞാനൊരു കമൻ്റാണ് ഈ അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നത്, പക്ഷെ അത് ഏത് വീഡിയോയ്ക്ക് വന്നാന്നൊക്കെ ഒരു ഐഡിയയും കിട്ടുന്നില്ല. ഞാൻ പേരും നോട്ട് ചെയ്യാൻ വിട്ടുപോയി. ഞാനൊരു തിരക്കിൽ നിൽക്കുമ്പോഴാണ് ആ കമൻറ്റ് കണ്ടത്. അപ്പം ഞാൻ വിചാരിച്ചു, ഓക്കെ ഈ കമൻറ്റിനെ മെൻഷൻ ചെയ്യണം, എന്തായാലും കമൻറ്റ് എനിക്ക് വീഡിയോയിൽ പറയണം എന്ന് ഭയങ്കരമായിട്ട് ആഗ്രഹം. എന്തോ അയ്യോ ഞാൻ ഓർമ്മയും കിട്ടുന്നില്ലല്ലോ ദൈവമേ, എന്തായിരുന്നു കമൻറ്റ് എന്നുള്ളത്. എന്തോ വിവാഹ വാർഷികം അല്ലെങ്കിൽ വിവാഹം എന്തോ ഞാൻ അതിൽ കണ്ടിട്ടുണ്ട്. എന്തായിരുന്നു? ടെൻഷനോ സിമ്പിൾ ടിപ്സ് എന്ന് പറഞ്ഞിട്ട്, എനിക്ക് നല്ല ഇഷ്ടാട്ടോ, കിടു അഭിനയമാണ്. സോറി ഒരു രക്ഷയില്ല. റിപ്ലൈ തരണേ. ഞാൻ റിപ്ലൈ തന്നിരിക്കുകയാണ്, വീഡിയോ റിപ്ലൈ. അതിന് കമൻറ്റും ചെയ്യണം. ഓക്കെ, ഞാൻ കമൻറ്റും ചെയ്യുന്നുണ്ട് കേട്ടോ. ബീന സന്തോഷ്, ഇപ്പൊ ക്ഷമക്കുട്ടി ഞങ്ങളുടെ ഫാമിലിയിൽ ഒരു അംഗം പോലെയായി, കാണാൻ കൊതി തോന്നുക മോളെ, എന്നാണാവോ സാധിക്കുക. ഡോൺ വരി, എല്ലാം ശരിയാവും, ഉയരങ്ങളിൽ എത്തട്ടെ, പ്രാർത്ഥിക്കുന്നു. താങ്ക് യു സോ മച്ച്. കാണാൻ തോന്നുന്നു എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ ഒരുപാട് സ്നേഹിക്കുന്ന നമ്മുടെ സ്വന്തം ബന്ധുക്കൾ ഒക്കെ പറയില്ലേ, അതേപോലെ തോന്നി. പൂ ചോദിച്ചപ്പോൾ ഒരു പൂന്തോട്ടം തന്നെ ദൈവം തന്നു എന്ന് പറയുന്ന പോലെ ആരും ഇല്ല ചുറ്റിലും, ഒറ്റപ്പെട്ട് ആ ഒരു മൂഡ് ജീവിക്കുമ്പോൾ ഒരു കൂട്ടം ആൾക്കാർ വന്ന് നമ്മളെ സ്നേഹിക്കുന്നു എന്ന് പറയുമ്പോൾ ഒരു വല്ലാത്തൊരു ഫീലാണത്. അപ്പൊ എന്തായാലും എനിക്ക് അവരോടും ഒരുപാട് നന്ദി, സ്നേഹം പറയാൻ, അത് മാത്രമേ എനിക്ക് പറയാൻ പറ്റുന്നുള്ളൂ. അപ്പൊ അടുത്ത സൺഡേ കാണാം. ബൈ.